വെൽക്കം മലപ്പുറം കേരള ലോഞ്ച് ടുഡേ ഇവന്റ് 2025 ഇൻ തിരൂർ. മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് പാർട്ട്നേഴ്സ്, നിങ്ങളെല്ലാവരെയും ഇത്രയും വലിയ സദസ്സിൽ കാണാൻ കഴിഞ്ഞതിൽ വളരെ ആവേശവും സന്തോഷവുമുണ്ട്. ഫുജിക്കോണിന് നിങ്ങൾ നൽകുന്ന പിന്തുണ ഞങ്ങൾക്കേറെ വിലയുള്ളതാണ്. നിങ്ങൾ ഞങ്ങളുടെയും ഞങ്ങളുടെ സാങ്കേതിക വിദ്യയുടെയും മേൽ കാണിക്കുന്ന വിശ്വാസം ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശക്തിയാണ്. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ സ്റ്റോറുകളെക്കുറിച്ച് പറയുവാനും പരിചയപ്പെടുത്തുവാനുമാണ് ഈ സദസ്സ്. ഫുജിക്കോൺ എപ്പോഴും പുതുമകളാൽ മുന്നോട്ട് പോകുന്ന ഒരു ബ്രാൻഡാണ്. സാങ്കേതിക വിദ്യയുടെ അതിരുകൾ നിരന്തരം പരീക്ഷിച്ച് ഹൃദയം നിറഞ്ഞ അനുഭവങ്ങൾ നൽകുന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഫുജിക്കോൺ ഇന്ത്യയിൽ ആദ്യം എത്തിയത് 2014 മാർച്ചിലായിരുന്നു. അതിൽ ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് ഹോം അപ്ലയൻസ് ഗ്രൂപ്പായ നന്ദിലത് മുഖേനയായിരുന്നു ആദ്യം ജനങ്ങളിലേക്ക് എത്തിയത്. തുടക്കത്തിൽ ഫുജിക്കോൺ പ്രധാനമായും LCD LED ടിവികളിലായിരുന്നു കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയ ഉൽപ്പന്നങ്ങളിലേക്കും സ്റ്റോറുകളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതായത് QLED ഗൂഗിൾ TV, ബ്ലൂടൂത്ത് സ്പീക്കർ, നെക്ക് ബാൻഡ് ഇയർപോഡ് TV, പവർ സ്റ്റേഷൻ, മൊബൈൽ ആൻഡ് ലാപ്ടോപ്പ് ആക്സസറീസ് എന്നിവയിലും. ഇവയിൽ 90% ഉൽപ്പന്നങ്ങൾക്കും റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് നൽകുന്നത്. അതിലൂടെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നേടിത്തരാൻ കഴിയും. ഫുജിക്കോൺ ഇനിയുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് 46% വരുന്ന മിഡിൽ ക്ലാസ് കുടുംബങ്ങളെ ലക്ഷ്യമിട്ടാണ്. അതിൽ യുവാക്കളെ ആകർഷിക്കുവാൻ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായ സ്പെസിഫിക്കേഷൻ, മോഡേൺ ഡിസൈൻ ആൻഡ് അത്യുഗ്രൻ ബിൽഡ് ക്വാളിറ്റിയിലുമാണ് ഫുജിക്കോണിന്റെ മാർക്കറ്റിംഗ് തന്ത്രമെന്ന് പറഞ്ഞാൽ 30% സ്വന്തം പ്ലാറ്റ്ഫോമിലും അതർ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടിയാണ്. ബാക്കി വരുന്ന 70% സ്വന്തം സ്റ്റോറിലൂടെയാണ്. അതായത് ഫുജിക്കോൺ ഡിജിറ്റൽ ലൈഫ് സ്റ്റൈൽ സ്റ്റോർ ടയർ 1, ടയർ 2 സിറ്റികളിലെ മേജർ മാളുകളിലും മെയിൻ ലൊക്കേഷനുകളുമാണ് വ്യാപകമായി ലക്ഷ്യമിടുന്നത്. ഇതിൽ സ്റ്റോറിനെ ABC കാറ്റഗറിയിലൂടെ തരംതിരിച്ചിരിക്കുന്നു. A കാറ്റഗറി 25 lakhs പ്ലസ് പ്രെമിസ്, B കാറ്റഗറി 15 lakhs പ്ലസ് പ്രെമിസ്, C കാറ്റഗറി 10 lakhs പ്ലസ് പ്രെമിസ്. ഫുജിക്കോൺ ഡിജിറ്റൽ ലൈഫ് സ്റ്റൈൽ ഫ്രാഞ്ചൈസി സിസ്റ്റത്തിലൂടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ലഭ്യമാക്കുന്നതാണ്. കാപ്ര ഗ്രൂപ്പിലൂടെയാണ് ഇതിന്റെ വരവറിയിക്കുന്നത്.